ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. അപ്പോൾ എഴുന്നേറ്റ് ഫ്രഷായി, അപ്പോൾ ജസ്റ്റ് നല്ല അടിപൊളി മഴ. അപ്പോൾ അതൊക്കെ കാണാൻ വിചാരിച്ച് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇതേതാ വീട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? ഇതിൻ്റെ ചെറിയ ഏട്ടത്തിൻ്റെ വീടാണ്. ബോളെ ചെടികളൊക്കെ നോക്കി. ഇന്നലെ വന്നപ്പോൾ രാത്രി വന്നപ്പോൾ അതൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ജസ്റ്റ് ചെടികളൊക്കെ ഒന്ന് നോക്കി, ചെടികളൊക്കെ ഒന്ന് ചുറ്റോട് ചുറ്റും നോക്കിക്കാണ്ട് ഇനി നമ്മൾ അകത്തേക്ക് പോയിട്ടാണ്. നല്ല അടിപൊളി മഴ, നല്ല രസമല്ലേ രാവിലെ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ. ആ മഴ കൊള്ളണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് കൊണ്ട് കഴിഞ്ഞാൽ പനിച്ചു, അതുകൊണ്ട് പിന്നെ ഞാൻ ഇറങ്ങിയില്ല. പിന്നെ മഴയത്ത് വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. വീഡിയോ എടുക്കണമെന്ന് എന്ന് കരുതി അന്നൊക്കെ ആ മഴ ചോർന്ന ചരിത്രമാണ്. അതുകൊണ്ട് പിന്നെ ഇതില്ല. പിന്നെ നമ്മൾ അകത്തേക്ക് പോയി, പിന്നെ കുറച്ച് നേരം വർക്കൗട്ടൊക്കെ ചെയ്തു. പിന്നെ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ ഓള് പത്തിരി ഉരുട്ടണ കണ്ടു. അപ്പോൾ ഞാനതൊന്ന് പരത്തി കൊടുക്കട്ടെ വിചാരിച്ച് ഞാൻ അതിന് തിരിഞ്ഞു. ഞങ്ങൾ കുറേ വർത്താനം പറഞ്ഞ് പത്തിരിയൊക്കെ പരത്തി പെട്ടെന്ന് ചുട്ട് തന്നിട്ടു. ആരെയും വർത്താനം പറയണ്ട, പണിയെടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. എന്നാൽ ഞാൻ ഒറ്റക്കാണോ ഭയങ്കര ചടപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ് ചെയ്യണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യണത്. പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ കുക്കിംഗ് വീഡിയോ കൂടുതൽ ഇടുള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ പരത്തി ചെന്നപ്പോൾ ഇതിനുള്ള പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞ് ഒക്കെ സെറ്റാക്കി വെച്ചിക്കണം. നല്ല ചൂടില്ല പത്തിരി, നല്ല അടിപൊളി മഴ, നല്ല വൈബ്. അപ്പോൾ അതിക്ക് നല്ല ചിക്കൻ കറിയും ഒക്കെ അടിപൊളിയാണ്. നല്ല തേങ്ങ അരച്ച് വറുത്തരച്ച ചിക്കൻ കറിയും. പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കഴിക്കാനൊരു ചെറീസും ഞാൻ അവിടെ കേക്ക് വെച്ചു. കാരണം ചെറീസ് എന്തോ ഡ്രൈ ആയിക്കണു, അത് ഇനി കേക്കൊക്കെ വെക്കാൻ പറ്റില്ല പറഞ്ഞപ്പോൾ ഞാനത് കേക്ക് എടുത്ത് വെച്ചു. എനിക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അപ്പം എനിക്ക് മധുരം കിട്ടണം. മധുരം കൂടുതലിഷ്ടം ചോക്ലേറ്റാണ്. അപ്പം അത് കഴിച്ചു. അപ്പം നമ്മൾ പത്തിരി കഴിക്കുകയാണ്. ഞാൻ എൻ്റെ ഫേസ് മാത്രമേ കാണിച്ചുള്ളൂ. അപ്പുറത്തൊക്കെ എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓലെ ഫേസ് ഞാൻ അവർക്ക് കാണിക്കണ ഇഷ്ടമല്ല. പിന്നെ ഇഷ്ടമില്ലാത്തവരും വലിച്ചയക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ പത്തിരിയും ചിക്കൻ കറിയും കഴിച്ച് അടിപൊളിയായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പത്തിരി തേങ്ങ വറുത്തരച്ച ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ പണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഏട്ടത്തിൻ്റെ മോനുണ്ടേന്. മോനിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനലിനൊക്കെ പറയുന്നുണ്ട്. ഓന് എന്താ പറയുക, അവന് ഭയങ്കര ഇഷ്ടമാണ്. ഓനുണ്ട് യൂട്യൂബ് ചാനലൊക്കെ, എന്തോ മഹഫിസ് മിഥിലാജോ അങ്ങനെ എന്തോ ചാനലിൻ്റെ പേര്. അപ്പം അതൊന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഓനങ്ങനെ ഓരോ വർത്താനം പറയണോ, ഓനെന്നാ സ്കൂൾ തുറക്കണമെന്നൊക്കെ ചോദിച്ചു ഓരോ കളിയും ചിരിയും തമാശയായിട്ട് ഓനോട് ഓരോന്ന് പറഞ്ഞു. ഓനെ കൊത്താണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ചായയുടെ കുടിച്ചിനീൻ്റെ ഇടയിലുണ്ട് രാവിലെ താത്തയും കുട്ടി ഇങ്ങനെ എണീറ്റ് വരുന്നു. ഉറങ്ങാനയച്ചില്ല, പരാതി പറയണ്. ഓൻ ഇന്നെ കാണാൻ ഓൻ അമ്മ അഴിച്ചല്ലോ തുടങ്ങും. പിന്നെ ഓന് ഫുഡ് കൊടുത്തു. അവനെല്ലാ ഫുഡും കൊടുക്കും കേട്ടോ. നമ്മൾ കഴിക്കണ എല്ലാ ഭക്ഷണവും ഞാൻ കൊടുക്കലുണ്ട്. ചിക്കനും മീനും ബീഫൊന്നും കൊടുക്കൽ തുടങ്ങിയിട്ടില്ല, അല്ലാത്തൊക്കെ കൊടുക്കും. ഓന് ഫുഡൊക്കെ കൊടുത്തു. പിന്നെ താത്ത കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വിചാരിച്ചു. വാട്ടർക്ക് അതിക്ക് മഞ്ഞപ്പൊടി ഇട്ടേക്കാണ്. മഞ്ഞപ്പൊടി ഇട്ട് തിളപ്പിക്കാൻ വെച്ചേക്കാണ്. അതിക്കോള് പിന്നെ പുളി പീഞ്ഞ് പാർന്നു. മോര് കാച്ചിയതും ബീഫ് ഉണ്ടാക്കണം. ബിരിയാണിയൊക്കെ എന്നും കഴിക്കണതല്ലേ, അപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ, ഞങ്ങൾക്കത് മതി എന്ന് പറഞ്ഞു ഞങ്ങൾ. അപ്പോൾ പുളി പീഞ്ഞ് പാർന്നു. പിന്നെ അതിക്കില്ല തേങ്ങ വേണം. അപ്പോൾ ഞാൻ തേങ്ങ ചിരണ്ടിക്കൊണ്ട് നിൽക്കണം കേട്ടോ. തേങ്ങ ചിരണ്ടിയിൽ കൂടെ അങ്ങനെ നാട്ടാർത്താനും എല്ലാ വർത്താനും പറയുന്നുണ്ട് ഞങ്ങൾ. അങ്ങനെയാണല്ലോ പൊതുവേ പെണ്ണുങ്ങൾ കൂടിയാൽ. പൊതുവേ ഞാനങ്ങനെ എവിടേക്കും പോവലില്ല. അങ്ങനെ മക്കൾ ചുമരുമ്പോൾ വരക്കും അങ്ങനെ ഓരോന്ന് പേടിച്ചിട്ട് ഞാൻ ഒടുക്കും പോലെ ഏട്ടത്തിളെ വീട്ടിലേക്കൊന്നും ഞാൻ പോലെ. എനിക്ക് പേടിയാണ്. കാരണം എങ്ങാനും വരച്ചാലോ പുതിയ വീട്ടിൽ വിചാരിച്ച് ഞാൻ പോവലില്ല. അപ്പോൾ എനിക്ക് പൂതിയായപ്പോൾ പോയതാണ് ഞാൻ, എല്ലാവരും കാണാമല്ലോ വിചാരിച്ച്. പിന്നെ നമ്മൾ മോരിക്കില്ലേ എന്താ തേങ്ങ, അതിക്ക് ജീരകം, അതുപോലെ വെളുത്തുള്ളി, ചീരുള്ളിയൊക്കെ അങ്ങനെ 4-5 ചീരുള്ളി, 4-5 വെളുത്തുള്ളി, ജീരകം 2 ടീസ്പൂണ് അതിട്ട് നന്നായി ക്രഷ് ചെയ്യുക, നന്നായി അടിച്ചെടുക്കുക. ഇരട്ടാപ്പോയേക്കും നമുക്കവിടെ വേറെ പണിയുണ്ട്. ക്യാമറ ഓണാക്കി ഞാൻ വേറെ പണിക്ക് തിരിഞ്ഞു കേട്ടോ.
അപ്പോൾ ഓൾ അതിൻ്റെ ഇടയിലേക്ക് കറിവേപ്പിലിട്ടിരുന്നു, കറിവേപ്പിലിട്ടു. പിന്നെ അരിപ്പൊടി മോര് കുറുകാൻ വേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടി കലക്കി പോരും. കുറുകാൻ തന്നെയാണ് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. അരിപ്പൊടി കലക്കി പോരുന്നുണ്ടോളും. അപ്പോൾ ജസ്റ്റ് അരിപ്പൊടി കലക്കി പാർന്ന് ഈ കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് അതിക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിക്ക് ആദ്യം തേങ്ങരപ്പ ഒഴിച്ചു കൊടുത്തത്. അതിന് ശേഷമാണ് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതിക്ക് അരിപ്പൊടി കലക്കിയതും കൂടി ഒഴിച്ചു കൊടുത്തത്. അങ്ങനെ നമ്മളെ മോരുകേട് സെറ്റായി. ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒക്കെ സെറ്റായി. അപ്പോൾ പോക്ക് തേങ്ങ അതിൻ്റെ ഇടയിൽ കുട്ടി കരഞ്ഞു. കുട്ടീനെ ഫീഡൊക്കെ ചെയ്ത് വന്നു. പിന്നെയും തുടങ്ങി തേങ്ങ ചിരണ്ടല്ലോ. അപ്പോൾ ഒരു തേങ്ങ ഉണ്ടായിരുന്നു. ഓൾ പറഞ്ഞു തേങ്ങ ഫുള്ള് ചിരണ്ടി വെച്ചോളായിരുന്നു. ഓ കുഞ്ഞെ പോലെ തന്നെ ചെറിയ 2 കുട്ടികളുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഫുള്ള് ചിരണ്ടി കൊടുത്തു. ഫുള്ള് ചിരണ്ടി കളഞ്ഞ് അതായിട്ട് അവിടെ ബാക്കി വെക്കണ്ട, അവിടെ കേടന്ന് പോകും പറഞ്ഞപ്പോൾ ഫുള്ള് ചിരണ്ടിയുള്ള ഫ്രീസർക്ക് വെച്ചു, സ്റ്റോറേജ് ചെയ്ത് വെച്ചു. പിന്നെ അതൊക്കെ കഴുകി തുടച്ച് വെക്കാൻ പറഞ്ഞു. കഴുകി അവിടെ വെച്ചെടുത്തു. ഇനി ബാക്കിയുള്ള ഇങ്ങനത്തെ ചിരവ് ഞാൻ ആദ്യമായിട്ടൊക്കെ കാണട്ടോ. ഞാൻ അങ്ങനെ എവിടെ എൻ്റെ വീട്ടിൽ നിലത്ത് വെച്ച് ഇതാക്കണതാണ്. ഇത് ടേബിൾ മേലൊക്കെ വെച്ചിട്ട് തന്നെ ചിരവാൻ പറ്റുന്ന സൈസാണ്. എനിക്കറിയില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കാണണം ഇങ്ങനത്തെ ചിരവ. പിന്നെ ഓളെ ഫ്രിഡ്ജ് തുറന്നു നോക്കി. ഫ്രിഡ്ജിൽ കേക്ക്, പിന്നെ എന്തൊക്കെയോ കേക്ക്, മുട്ട, പിന്നെ ചോക്ലേറ്റ്, ചെറീസ് കണ്ടു. അത് തുറക്കാൻ നോക്കിയപ്പോൾ അത് പൊളിച്ചിട്ടില്ലോളൂ. പൊളിച്ച് കുറച്ച് കഴിയട്ടെ, വീഡിയോ ഓഫാക്കിയിട്ട് വേണം അത് പൊളിച്ച് തിന്ന് തീർത്ത് പോരാൻ. എൻ്റെ കയ്യിലല്ലേ കിട്ടിയിരിക്കണത്, അവിടെ ബാക്കി ഉണ്ടാവും. പിന്നെ പത്തിരി പരത്തി വെച്ചത് കുറേ പരത്തി പിന്നെ അത്ര ആവശ്യമില്ല, ബാക്കിയാവും, വേസ്റ്റ് ആവും വിചാരിച്ചപ്പോൾ ഞങ്ങൾ പരത്തിയാണ്ട് ഫ്രിഡ്ജിൽ വെച്ചു. കാര്യമായിട്ട് കേക്കിൻ്റെ സ്പോഞ്ച്, പച്ചക്കറി കൊട്ടയിൽ മാങ്ങ, മൂവാണ്ട മാങ്ങ അവളെ മുറ്റത്തുണ്ട്. പകുതി പഴുത്താവൾ ചാടിലുള്ള ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെക്കലാണ്. പിന്നെ എല്ലാവരും ഫ്രിഡ്ജിലുണ്ടാവില്ല, ചുങ്ങിയ ബീട്രൂട്ട്, ചുങ്ങിയ ക്യാരറ്റ്, കൊഴിഞ്ഞ മിൽക്ക് മേഡ്, അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ. ഫ്രീസറിൽ പിന്നെ ഫ്രഷ് ക്രീം, വേറെ ഒന്നുമില്ല. ഫ്രീസർ നല്ല നീറ്റായി കിടക്കുന്നുണ്ട്. ഒക്കെ മാന്തൽ കഴിഞ്ഞ് അതൊക്കെ ക്ലോസ് ചെയ്ത് ഞങ്ങൾ അവിടുന്ന് പോയി. പിന്നെ അതൊക്കെ തട്ടിക്കൊട്ടി അടിച്ചോരി അങ്ങനത്തെ പണികളൊക്കെ എടുത്തു. അപ്പോൾ അതിന് മോര് സെറ്റായിട്ടോ. നമ്മളെ മോരൊക്കെ തള വന്നു. പക്ഷെ കരിവേപ്പിലിൻ്റെ ആ സ്മെല്ലും കൂടി വരുന്നില്ല. അപ്പോൾ കുറച്ചും കൂടി കറിവേപ്പിലിട്ടു. പിന്നെ ഞാൻ കുട്ടീനെ കുളിപ്പിച്ച് സെറ്റാക്കി വന്നപ്പോൾ ക്യാബേജ് തോരനൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിരിക്കണം. അത് ഇടയ്ക്കിടയ്ക്കിന് ഉപ്പുണ്ടോ നോക്കി അത് പൗതിയായിക്കണം. ഇത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ക്യാബേജ് ഉപ്പേരി. പേഴ്സണലി എനിക്ക് ആ സാധനം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വീട്ടിലൊന്നും ആർക്കും വലിയ ഇഷ്ടമല്ല. അപ്പം ആ സാധനം കൊണ്ടുവരലില്ല. ഓന് നല്ല രസം. ഞാൻ അങ്ങനെ ഓരോന്ന് കോട്ടനുണ്ടിട്ട് അതിൻ്റെ ഇടയിൽ ക്യാമറാമാനോട് ഭയങ്കര ചളി അടിച്ചാണ്. ഞാൻ ചളി അടിച്ചാണ്. ലാസ്റ്റ് പിന്നെ ഓഫാക്കി പോകുന്നു. കുട്ടികൾക്ക് ചോറ്റ് കൊടുക്കാൻ ഉപ്പേരി ഉണ്ടാവില്ല പേടിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി സ്റ്റൗ ഓഫാക്കി അവിടുന്ന് മിന്നി. അല്ലെങ്കിൽ ഞാൻ ആ നിന്ന് അളക്കാൻ നിന്നതിന് ഞാൻ അവിടെ പച്ച ക്യാബേജ് ഫുള്ള് അവിടെ ഇരുന്ന് കഴിക്കും. അതാണ് എൻ്റെ പോളിസി. എനിക്ക് എന്ത് കഴിക്കണം എനിക്ക് ചൂടോടൊക്കെ കിട്ടണം. എനിക്കതാ പേഴ്സണലി എനിക്കിഷ്ടം. അപ്പം അങ്ങനെ ചട്ടീന്ന് എടുത്ത് തന്നു. അതിൻ്റെ ഇടയിൽ ഇതാക്കണം, കുഞ്ഞിപ്പാത്തുമ്മ വാക്കറിൽ നടക്കണു, മോനതാക്കണു, വീണുക്കണു, സാധനതെടുത്ത് കഴിപ്പിച്ചു. ഒക്കെ സെറ്റായി കുട്ടീനെയൊക്കെ കൊടുത്തു. അപ്പം ബീഫ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഓടി വരാം, ഉണ്ടാക്കല്ലേ എനിക്ക് റെസിപ്പി വേണം പറഞ്ഞ് ഞാൻ മണ്ടി ഓളടുത്തൊക്കെ. അപ്പോൾ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടു. അതിക്ക് ഉലുവ ഇട്ടു, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, മല്ലിപ്പൊടി ഓളും 3-4 ടേബിൾ സ്പൂൺ ഉണ്ട്. അത്രയൊന്നും വേണ്ട കേട്ടോ. 2-2.5 ടീസ്പൂൺ മതി, കറക്റ്റ് അളവ്. കാരണം മല്ലിപ്പൊടി കുത്താൻ ചാൻസ് ഉണ്ട്. മല്ലിപ്പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതിലേക്ക് പച്ചമുളകും കൂടി കൂട്ടി അരച്ചതാണ്. അതിട്ടു. പിന്നെ കറിവേപ്പിലിട്ടു, കുറച്ച് കറിവേപ്പിലിട്ടു, ഒരു പിടി തികച്ച് കറിവേപ്പിലിട്ടു. പിടിയൊന്നുമില്ല, കുറച്ച് എന്താ ഒരു അല്ലി അങ്ങനെ എന്തോ പറയല്ലോ, കരിവേപ്പിൻ്റെ ഒരു കൊമ്പ്. ആ കൊമ്പിന് എന്താ പറയുക അറിയെങ്കിൽ കമൻറ്റ് ചെയ്യണേ, എനിക്ക് കറക്റ്റ് അറിയില്ല. ആവശ്യത്തിന് ഉപ്പിട്ടെടുത്തു. പിന്നെ ഒരു 5-6 ചീരുള്ളി, 5-7 ചീരുള്ളി നല്ലോട്ട് മിക്സ് ചെയ്തിട്ട് നല്ല മിക്സ് ചെയ്യണം കേട്ടോ. മസാല എല്ലായിടത്തും പിടിക്കണം.
പിന്നെ നമ്മളത് അടപ്പ് വെച്ചു, സ്റ്റൗവിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടോ. പിന്നെ ഒരു 4-5 വിസിലെടുത്ത് സ്റ്റൗ ഓഫ് ചെയ്തു. പിന്നെ അയിക്ക് എന്തോ മസാല ഇടാണ്ടെന്ന് പറഞ്ഞോളൂ. അപ്പൊ അതിന് പാൻ ചൂടാക്കാൻ വെച്ചു. ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചീരുള്ളിയും വേപ്പിലയും ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. കാരണം നമ്മൾ വേപ്പില അതിൽ ഉപയോഗിക്കണം, എന്നാലേ നല്ല അടിപൊളി സ്മെല്ല് വരുള്ളൂ. ആ സ്മെല്ലാണ് ഒരു രക്ഷയില്ലാത്ത സ്മെല്ല്. പിന്നെ ബീഫ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് തുറന്ന് നോക്കിയപ്പോൾ അടിപൊളിയായി വെന്തുക്കണം. അപ്പോൾ നമ്മൾ ചീരുള്ളി നല്ലോണം മൂത്ത് വരട്ടെ. അതിക്ക് നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഒരു രക്ഷയില്ല ബീഫ്. ഞാൻ ഇതുവരെ ഇത്രയും ടേസ്റ്റുള്ള ബീഫ് ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് നല്ല ഇഷ്ടമായി. ഇനി ഒരു ദിവസം വീട്ടിലുണ്ടാക്കി വെക്കണം. ചീരുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. ആ ആ ചട്ടിക്ക് നമ്മൾ ആ ബീഫ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്താണ് അടിപൊളി, ഒരു രക്ഷയില്ല. കണ്ടാൽ തന്നെ വായിൽ കപ്പലോടും. അമ്മാതിരി ടേസ്റ്റാണ് അതിന്. അപ്പോൾ അതിൽ വെള്ളം നന്നായി വറ്റിച്ചെടുക്കണം. ഇത് നമ്മൾ ഇടക്ക് ആ ഉപ്പൊക്കെ നോക്കി അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആവശ്യത്തിന്. പിന്നെ നമ്മൾ സ്റ്റൗ ഫ്ലെയിമിലായി കുറച്ച് വെച്ചിട്ട് നമ്മളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അടച്ച് വെച്ച് കുറച്ച് നേരം അടച്ച് വെച്ച് തുറന്നിട്ട് പിന്നെ അതിലേക്ക് പെരുംജീരത്തിൻ്റെ പൊടിയും പിന്നെ ഗരം മസാലയും കുരുമുളകും അത് ഇപ്പം ഇട്ട് കൊടുക്കണം. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ അടച്ച് വെച്ച് നല്ലോണം വേവിക്കുക. കുരുമുളക് 1/2 ടീസ്പൂൺ മതി കേട്ടോ. കാരണം എരിവിനനുസരിച്ചിട്ടാൽ മതി. കുരുമുളകിൻ്റെ കുത്തൽ വന്നാൽ പിന്നെ ഒന്നിനും പറ്റൂല. അത് അങ്ങനെ നമ്മൾ ബീഫ് അങ്ങനെ വെച്ച് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കുക. പിന്നെ ജസ്റ്റ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അടച്ച് വെക്കുക, വേവിച്ച് അങ്ങനെ കുറേ നേരം 1/2 മണിക്കൂറോളം ചെയ്യുമ്പോൾ അതിങ്ങനെ കറുത്ത് വരും. ആ കറുത്ത് വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. പിന്നെ തീരെ ക്ഷമയില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ തോനെ കറുപ്പിച്ചാനൊന്നും നിന്നില്ല. പിന്നെ ബീഫൊക്കെ വെന്ത് സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തു. പിന്നെ നമ്മൾ ചക്കമ്മക്ക് തിരിഞ്ഞു. ഒരു ചക്ക ഉണ്ടേനി ഇവിടെ. ആ ചക്കയൊക്കെ ഇരിഞ്ഞ് എല്ലാം സെപ്പറേറ്റ് ആക്കി. ചക്ക ഇരിഞ്ഞ ഞാൻ ശശിയാണ് കേട്ടോ. കാരണം എനിക്കൊരു ചുള കിട്ടിയില്ല. ഒക്കെ മക്കൾ തിന്ന് മക്കൾക്ക് ഇരിഞ്ഞു കൊടുത്തു. ഇതെന്ത് ചക്കയെന്ന് ചോദിച്ചത് എനിക്കറിയില്ല. പഴഞ്ചക്കയാണോ വരിക്കച്ചക്കയാണോന്നൊന്നും ഞമ്മക്കറിയില്ല. കാരണം ഞാനവിടെ കണ്ടപ്പോൾ നല്ല സ്മെല്ല് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇരിഞ്ഞു തരാം, എന്നാലും വേണ്ടിയില്ല. നല്ല ചക്ക എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ചക്ക. അപ്പോൾ അത് ഇരിഞ്ഞ് വെച്ച് അതൊക്കെ കഴിച്ചു. ഫുഡൊന്നും കഴിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല. അതിൻ്റെ ഇടയിൽ പിന്നെ കേക്ക് ഉണ്ടാക്കി തരിച്ചപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ നമ്മളിവിടെ ഒരു ചെറിയൊരു ചോല പോലെ എന്തോ ഉണ്ട് പറഞ്ഞു. അത് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അത് ഇറങ്ങാത്ത പാട് താത്ത ഇവിടെ പെണ്ണുങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങലില്ല. അപ്പോൾ പിന്നെ നമ്മൾ നേരെ അകത്തേക്ക് തന്നെ കയറി. കുറേ പൊട്ടിച്ചോയും കോട്ടക്കത്തേക്ക് ഇറങ്ങി. ഇതാണോളെ വീടിൻ്റെ സൈഡ് ഭാഗം. ഇവിടെയൊക്കെ ഈ ചട്ടിയൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഓള് അളിയാക്കുള്ള സമയത്ത് ഉണ്ടാക്കിയതാണ്. നല്ല രസമാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്കും കുറച്ചുണ്ടാക്കി. അങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് നമ്മൾ നേരെ വിട്ടു അകത്തേക്ക്. ഓള് പറഞ്ഞു ചായ ഉണ്ടാക്കി വെച്ചിട്ട് പോയി ചായ കുടിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ചായ കുടിച്ചാൽ കയറിപ്പോയി. ചായക്ക് നല്ല അടിപൊളി പാൽ ചായയും ബ്രെഡ് പൊരിച്ചതും നല്ല മുട്ടിയിലൊക്കെ മുക്കി പൊരിച്ച നല്ല അടിപൊളി ബ്രെഡും ഒക്കെ കഴിച്ചു. അങ്ങനെ വയറൊക്കെ നിറഞ്ഞ് സംതൃപ്തിയായി. ഇനി മൂടി പൊതിച്ച് കിടന്നുറങ്ങിയാൽ മതി. കാരണം ഇനി രാത്രി ഒന്നും വേണമെന്നേ ഇല്ല. കാരണം വയറത്രയും നിറഞ്ഞു. പിന്നെ ഇവനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഓനെ കളിപ്പിച്ച. പിന്നെ അതാക്കണം നമ്മളെ ഹേമിക്കുട്ടൻ്റെ. കാരണം മടിയിൽ നിൽക്കേയില്ല. എപ്പോഴും മണ്ടിപ്പായും പോകും. വീണ് വന്നതാണ് ആ സീന്. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്.